ഹലോ. ഹലോ. ആ, ലിയാക്കത്തല്ലേ? അതെ, ആരായിരുന്നു? ഞാനിവിടെ ആ ഞാൻ നേരത്തെ വിളിച്ചപ്പോഴേ ഇപ്പൊ ഒരു കൂട്ടുകാരൻ വന്ന് അങ്ങനെ പോവല്ലെന്ന വണ്ടിയിൽ കയറി. അപ്പൊ പിന്നെ കോള് കെട്ടിയതാണ്, ശരി ശരി. വിളിച്ചതല്ല. ആ എന്നിട്ട് ഓക്കെ ഓക്കെ. എങ്ങനെയൊക്കെ എനിക്കൊരു സുഖം? കോള് വന്ന് ഞാനൊരു കോളിലായിരുന്നു, നിങ്ങളെ മിസ് കോള് വന്നു. ആ, അപ്പൊ അത് കഴിഞ്ഞപ്പോ തിരിച്ചു വിളിച്ചാ. ആ. എന്നിട്ട് എന്താ സുഖമായിട്ട് പോകണോ? ഓ, എല്ലാം സുഖമായിട്ട് പോകുന്നു. ആ. ഈ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഞാന് ഇപ്പൊ ഇങ്ങനെ ഒരു 2 തോണിയിൽ കാല് കയറില്ല എന്ന മാതിരിയാ. ഉം. അങ്ങനെ അധികാലം പോവില്ല. ഞാന് വീഡിയോസ് ഒരുവിധമുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണാത്തതായിട്ട് കുറെ പിന്നെ കാണാത്തതുണ്ടോന്ന് സെർച്ച് ചെയ്ത് നോക്കലുണ്ട്. അപ്പൊ കാണാത്തത് കുറവാണ്. ഒരുവിധമുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ റെഡ് മാർക്ക് വരുമല്ലോ. അപ്പൊ അത് ഉള്ളതൊന്നും ഇല്ല. ഒരുവിധമുള്ളതൊക്കെ കണ്ടുപോകണു. വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ തുറക്കാരം വിളിച്ച് അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിളിക്കാൻ വേണ്ടി തോന്നിയതാണ്. ഓക്കെ ഓക്കെ. ലാസ്റ്റ് എന്താ കണ്ടോണ്ടിരുന്നത്? ഏത് വീഡിയോ? ഇപ്പൊ ലാസ്റ്റ് എന്തോ ഒരു കണ്ടത് ആ ഒരു പിന്നെ ഹാസറിനെ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ടൊരു ഒരാളെ ഒരു ഉത്തരം മുട്ടിയത് രണ്ടാൾക്കാര് എന്താ പേര് മറന്നു. APC അതന്നെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടും പരിസരങ്ങളും ഒന്നും അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. മണ്ണാർക്കാട് എവിടെയാ വീട്? ഞാൻ മണ്ണാർക്കാട് തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. പിന്നെ ഞാനെന്താ പിന്നെ കൂടുതൽ ആലോചിക്കില്ലെന്നറിയാം. ഇസ്ലാമില് കുറെ പണ്ഡിതന്മാരും ഒരുപാട് വിദ്യാഭ്യാസം ബൗദ്ധിക വിദ്യാഭ്യാസം ഒക്കെ നേടിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. ജനറലായിട്ട് ഒരുപാട് നോളജ് ഇപ്പൊ കാലത്ത് നേടിയ. പക്ഷെ അവർക്കൊന്നൊരു മാറ്റം, അവരൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാത്തത് എന്താന്നുള്ളത് ഞാൻ ചിന്തിക്കരുത്. തീരെ ചിന്തിക്കാത്തൊന്നല്ലെന്ന്. അതൊക്കെ ചിന്തിക്കുന്നവരും പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഈ ഭൗതിക വിദ്യാഭ്യാസവും അവനവന്റെ ബോധവും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അടിയിലിട്ട് വെച്ച സാധനമാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം. അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ കെട്ടിപ്പൊക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വരണമെങ്കിൽ നല്ല പണിയെടുക്കണം തലച്ചോറ്. മറ്റേന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു വലിയ ഒരു അബദ്ധം വിശ്വസിക്കുകയും നിങ്ങൾക്ക് പിന്നീട് കുറെ വിദ്യാഭ്യാസം ഉണ്ടാവും ചെയ്താൽ നിങ്ങളെ അബദ്ധങ്ങളെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള വഴികളായിട്ട് അത് ഉപയോഗിക്കും. പിന്നെ കുറെ പേർക്ക് ഇത് മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ പോണതല്ലേ സുഖം. പല രീതിയിൽ പല ഉപകാരങ്ങൾ എടുക്കുന്നത് അവര് ഇതിനെ കുറിച്ചുണ്ട്. കൂടുതൽ ചിന്തിക്കില്ലേ നമ്മളെക്കാളും വിവരം. ഞാനൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ മൂല്യന്മാര് വേഷം കെട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന് ഇതൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ APകളുടെ കഥ പറയാം. AP ഉസ്താദിന്റെ കഥ പറയില്ലേ, ആൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഈ ജാതി കച്ചവടം ചെയ്യോ? നബിന്റെ മുടിയാണ്, നബിന്റെ പൊടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ തരികിട കഥയാണെന്നും ഇതൊക്കെ വെറും കഥയാണെന്നും അറിയാവുന്നത് കൊണ്ടാണ് ഈ കറാമത്ത് കച്ചവടവും ഖബർ കച്ചവടവും പിന്നെ ഈ മുടി കച്ചവടം നടക്കുന്നത്. ഇതിൽ തന്നെ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് കള്ളത്തരാണത്, ഉറപ്പല്ലേ? അതേ സമയത്ത് അതല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ മാതൃകയായ മുഹമ്മദ് നബിയുടെ ഒരു മുടി കിട്ടുന്ന പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ഒരു വിസ്കൃതമുള്ള കാര്യമുണ്ടാവും. അല്ല, ഇത് വിശ്വാസികൾക്കിടയിൽ തന്നെ അറിയാതൊക്കെ തട്ടിപ്പാണെന്ന്. പക്ഷെ എന്നാലും ഒരാള്, ഒരു സംഘടന, ഒരു വലിയ സ്ഥാപനം, പ്രസ്ഥാനം, പിന്നെ ആളുകള് പിന്നെ കുറെ ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാല് പിന്നെ അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു തങ്ങൾ, കൊടക്കാട് ഒരു തങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അറിയാലോ, നൂറെ ഹബീബി. അയാള് പിന്നെ കേമനാവുന്നത് അയാള് തിരിച്ചുണ്ടാക്കുന്ന കുറെ പൈസ നാട്ടുകാർക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. 1 കോടി രൂപ വരുമ്പോ ഒരു 10 ലക്ഷം റുപ്യ വിളിച്ചിട്ട് ആൾക്കാർക്ക് അതും ചെയ്തു കൊടുക്കുമ്പോ ആളുകളെ സംബന്ധിച്ച് 4 വേള ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ അയാളുടെ ദീനും അയാളെ പറ്റിക്കുകയാണെങ്കിൽ അറിഞ്ഞു കൊടുക്കണതല്ലേ, ആൾക്കാർ അങ്ങോട്ട് കൊടുക്കണതല്ലേ. ഈ രീതിയിലുള്ള ന്യായങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ഥാപനങ്ങളും ഇപ്പം APയുടെ കേസ് എടുക്കുകയാണെങ്കിൽ APയുടേതായ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, മറ്റു ജോലി ചെയ്യുന്നവരുണ്ട്, അതിനനുബന്ധ കച്ചവടം നടത്തുന്നവരുണ്ട്. അപ്പൊ ഇതൊരു സാമ്പത്തിക മേഖലയാണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക. അപ്പോ
അതിന്റെ ഒഴുക്കിന്റെ ഒപ്പം അങ്ങനെ പോകുന്നതാണ് ആൾക്കാർക്ക് എളുപ്പം. അത് മാത്രമേ ഞാൻ കൂടുതൽ ചിന്തിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സംശയങ്ങൾ ഒരുവിധമുള്ളതൊക്കെ ഞാൻ ഇയാളെ വീഡിയോസ് കൂടെ ഞാൻ കാണലുണ്ട്. ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതിന്റെയും ഇത് കിട്ടലുണ്ട്. പക്ഷെ എന്ത് കിട്ടിയാലും പിന്നെ നമ്മൾ ആ കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് പറയും എന്താന്ന് വെച്ചാൽ അവരത് പിന്നെ അർത്ഥം മാറ്റി പറയാണ്, സാഹചര്യങ്ങൾ മാറ്റി പറയാണ്, അതിൽ അപ്പുറം അങ്ങനെ വിളിച്ചതാണ് ഇപ്പൊ മിഞ്ഞാന്നത്തെ കോള്. പക്ഷെ ആള് സംസാരിക്കണില്ലല്ലോ. ലാസ്റ്റ് ഖുർആൻ എടുത്ത് നമുക്ക് ഖുർആൻ ഒന്ന് വായിച്ച അതിന്റെ അർത്ഥം ഒന്ന് വായിക്കാന്ന് പറഞ്ഞപ്പോ അയാള് എല്ലാവർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോ ഇതാണ് അവരുടെ പ്രശ്നം. അറിയുന്ന ആൾക്കാര് അർത്ഥം മാറ്റുന്നവരും കോട്ടി മാറ്റുന്നവരും ഒക്കെ ഈ മൗലവിമാരാണ്. ഈ സാധനം അതും സംഘടനക്കാർക്ക് രണ്ട് മുജാഹിദും മുജാഹിദും സുന്നികളും തമ്മില് വാദപ്രതിവാദം നടന്ന അവരും പരസ്പരം ഇതേ ആരോപണം ഉന്നയിക്കും. സത്യത്തിന്റെ കാഴ്ചപ്പാടില്ല. ഞാൻ ഏകദേശം ഇയാളെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേമാതിരി നമുക്ക് അറിയുന്നതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഗോത്രത്തില് പ്രവാചകൻ ജനിച്ചു പോണപ്പോ ആ ഗോത്രത്തിലൊരു അധികാരം പിടിച്ചേറ്റാൻ വേണ്ടിട്ട് ഇസ്ലാമിക അധികാരം പിടിച്ചേറ്റാൻ വേണ്ടി ഒരു നേതാവാൻ വേണ്ടിട്ട് ഒരാളാവാൻ വേണ്ടിട്ട് ഇപ്പൊ മലപ്പുറം ഭാഷയിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ ആളാവാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളൊക്കെ ഏകീകരിച്ച് പുള്ളി പല യാത്രകളിലും കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു രാജാവും കൊട്ടാരവും ഒന്നും അതിനൊന്നുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ ഇവര് പറയാലോ ഭയങ്കരമായിട്ട് മുഹമ്മദ് നബി പാവപ്പെട്ട കുടിയിലാണ് താമസിച്ചത്, പട്ടിണിയാണ് നടന്നത്. നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കായിരുന്നു. ജസ്റ്റ് ഇതിലൊരു 90% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഈ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ള ആരും ഇത് കണ്ടിട്ടില്ല. അതായത് ജസ്റ്റ് ഇപ്പോ കാണാറില്ല. എന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോ പഠിച്ചോന് കാണിച്ചു. അതിന് ജിബ്രീൽ വന്നു പിന്നെ വഴി പറഞ്ഞു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഖദീജ പോലും അപ്പൊ കണ്ടിട്ടില്ല. ഖദീജ അത് രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ഇങ്ങോട്ട് തുടക്കട്ടത് അവിടെ നിന്നിട്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പാട്ട്. നമുക്ക് ആഗ്രഹത്തിന്റെ പുറത്ത് സംഭവിച്ച കാര്യമാണ്. അതാണ് വേണ്ടത്. ഖദീജക്കും കൂടി താല്പര്യം ഉണ്ടായിരുന്നു മുഹമ്മദ്. അങ്ങനെ മുഹമ്മദിന്റെ കൺസെപ്റ്റ് ഖദീജ അപ്രൂവ് ചെയ്താണോ അതോ ഖദീജന്റെ പ്ലാൻ മുഹമ്മദ് എക്സിക്യൂട്ട് ചെയ്താണോ? എന്തായാലും ഖദീജയുടെ മരണത്തോടു കൂടി മുഹമ്മദിന്റെ സ്വഭാവവും പെരുമാറ്റവും രീതികളും ഇസ്ലാമിന്റെ പ്രബോധന ശൈലിയും ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ടാളുകളിൽ ഒരാളുടെ ഐഡിയയും ഒരാളുടെ എക്സിക്യൂഷനും ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ തന്നെയാണ് കല്യാണക്കാര്യങ്ങള് വലിയൊരു വിഷയമാണ്. ഒരു പ്രവാചകൻ ഇത്രയും കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ, അതിനൊക്കെ ഒരു കാരണങ്ങൾ പറയാണ്. സൈനബിന്റെ കല്യാണം നോക്കി കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കല്യാണമാണ്. സ്വന്തം കല്യാണം വെറുതെ പറഞ്ഞാണ്, അങ്ങനെ കല്യാണം നടന്നിട്ടില്ല. അതിപ്പോ ഞാനോ മറ്റുള്ളൊരാളോ ചെയ്യേണ്ട ഒരു പ്രവാചകൻ ചെയ്യുമ്പോ അത് ഈ ഉത്തമമായ മാതൃക ഈ ലോകം മൊത്തം നോക്കണം, അതായത് ഈ ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ ചെയ്യുമ്പോഴാണ് അത് വിഷയം വരുന്നത്. മാത്രമല്ല ഇത് ഇവിടെ ഒന്നും ഒരു കല്യാണം എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടില്ല. അവര് റൂമിലുണ്ട്, അവിടത്തേക്ക് ഇയാളാണ് കയറി ചെല്ലുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു ചടങ്ങോ ഒരു കല്യാണമോ ഒരു സാധനവും ഈ സൈനബിന്റെ കാര്യത്തിലില്ല, സഫിയുടെ കാര്യത്തിലില്ല, അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇല്ല. എന്നിട്ട് ഇവര് അങ്ങനെ പറയും എന്താ പറയാ, കല്യാണം ചടങ്ങ് കരാറാണ്. എന്ത് കരാറ്? ആരുമായിട്ട് കരാറ്? മുഹമ്മദ് കല്യാണങ്ങളിലൊന്നും അങ്ങനത്തെ കരാറുകൾ കാണില്ല. മോചിതത്തിന്റെ കാര്യം നോക്കുമ്പോൾ അതും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റണമെന്നൊന്നും പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും വലിയൊരു പ്രവാചകന് എന്തെങ്കിലും അത്രയും ആളുകള് അവര് ചോദിച്ചല്ലോ, അത് മക്കാര് ചോദിച്ചു, നീ പ്രവാചകനാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പല മഹാത്ഭുതങ്ങളും കാണിച്ചിരുന്നു, അതേപോലെ എന്തെങ്കിലും കാണിക്കാറ്. അങ്ങനെ കാണിച്ചിട്ട് അങ്ങനൊന്നും കാണിച്ചു കൊടുത്തില്ല. പിന്നെ കാണിച്ചു എന്ന് പറയുന്നതാണ് ഈ ചന്ദ്രൻ പിളർന്നു പറയണത്. ചന്ദ്രൻ പിളർന്നു എന്ന് ഖുറാനിൽ പറയാണ്. പിളരുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ല. മാത്രമല്ല പിന്നെ അവര് ഏതെങ്കിലും തരത്തിൽ പ്രവാചകത്വത്തിന്റെ അടയാളം മുഹമ്മദ് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അതിന് തെളിവ് കൊടുത്തിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു. അവരെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ച് അവർക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ആളാണ് അള്ളാഹു. പക്ഷെ അയാൾ അയച്ച ആളാണ് ഈ പ്രവാചകൻ എന്നുള്ളതിന് വന്ന ആള് തെളിവ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരെങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞ ഈ വാക്കുകളിലാണ് അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തെളിവ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അതിന് ഒന്നും കഴിയില്ല. മാത്രമല്ല ബാക്കി പറയണതൊക്കെ പഴയ കെട്ടുകഥകളും ബൈബിൾ കഥകളും ആണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാൻ മനസ്സിലാവുകയും ചെയ്തു.
അല്ലാതെ അവർക്ക് ആ നാട്ടിൻപുറത്ത് ആ കാലത്ത് അറിയാത്ത കഥകളൊന്നും മുഹമ്മദ് നബിയോട് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ എന്തായാലും നടക്കട്ടെ. ശരി. തന്നെയാണ് ഈ പിന്നെ ദൈവത്തിന്റെ കാര്യം പിന്നെ ചോദിക്കണല്ലോ. കാരണം ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എങ്ങനെയാണെച്ചെങ്കിൽ പിന്നെ ആ ദൈവമല്ലല്ലോ. പ്രവാചകൻ പറഞ്ഞ രൂപത്തിലുള്ള ദൈവമാണെച്ചെങ്കിൽ ആ ദൈവമല്ല. കാരണം വെച്ചാൽ ദൈവത്തിന്റെ പ്രവാചകനും ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. ഇന്ന പിന്നെ ഞാൻ വിളിക്കണ്ടേ. ഞാൻ ജസ്റ്റ് വേറെ സംശയങ്ങളൊക്കെ എനിക്ക് തീർന്നതാണ്. ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, എത്രയും വീഡിയോസ് ഇനി ഞാൻ പിന്നെ ജോയിൻ ചെയ്യണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാലോ അല്ലെ, വീഡിയോസ് ഒക്കെ കാണാം. ആയിക്കോട്ടെ. ശരി, എന്തായാലും ഓക്കെ. ജസ്റ്റ് ഇതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ഥലപ്പേര് വേണമെങ്കിൽ ഞാനൊരു ബീപ്പ് ഇടാം. ഓക്കെ. ശരി ശരി.